രാവിലെ 5:30 ആയപ്പോൾ എല്ലാവരും എണീറ്റ് കുളിച്ച് റെഡിയായി. 6:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി റൂമിൽ നിന്ന്. അപ്പോൾ ദേവിക്ക് സമർപ്പിക്കാനുള്ള പൂത്താലും തട്ടവും ഒക്കെ വാങ്ങിയിട്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. അവിടെ എത്തി അമ്മയെ കണ്ട് നല്ലപോലെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വഴിപാടുണ്ട്, അതിനാണ് മെയിനായിട്ട് ഞങ്ങൾ പോയത്. ഇതാണ് വഴിപാട്. ഡോറയും കുഞ്ഞാവയും എടുത്തിരുത്തിയൊക്കെ നേർച്ചയുണ്ടായിരുന്നു. ഡോറയെ ചെറുപ്പത്തിലെ നേർന്നതാണ്, പക്ഷേ ആ സമയത്ത് അവളുടെ എഴുത്തിനിരുത്തുന്ന സമയത്ത് അതിനുള്ള സാഹചര്യം ഒത്തില്ല. അന്നേരം അവളെ ദക്ഷിണ മൂകാംബികയായ പനച്ചിക്കാടാണ് ഞങ്ങൾ എഴുത്തിനിരുത്തിയത്. പിന്നെ ഇപ്പോഴാണ് സൗകര്യം ഒത്ത് അവളെ അവിടെ കൊണ്ട് എഴുത്തിനിരുത്തി. പിന്നെ അവൾ ആ മണ്ഡപത്തിൽ, ദേവിയുടെ മണ്ഡപത്തിൽ ഇടുന്ന 2 കീർത്തനങ്ങളൊക്കെ ആലപിച്ചു. റോസുക്കുട്ടിയും പാടി ഒരു ചെറിയ പാട്ട്. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചു. അവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടു. പിന്നെ അവിടെ നെയ്വിളക്ക് സമർപ്പണമൊക്കെ നടത്തി എല്ലാവരും. ഞങ്ങളിപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അവിടെ ചെന്ന് ഇപ്പോൾ തൊഴാൻ നിൽക്കുന്നത്. എന്നിട്ട് പോലും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ഇടദിവസമായിട്ട് പോലും. ഇനിയിപ്പം നവരാത്രി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഓർക്കുകയാണ്, ഞായറാഴ്ച ദിവസമായിരിക്കും എന്ത് തിരക്കായിരിക്കും ഇവിടെ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. 1.5 മണിക്കൂർ 2 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് ദർശനം പോലും ലഭിച്ചത്. ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നട അടച്ചു. അപ്പോൾ ഞങ്ങൾ നട തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആ സമയത്ത് ഡോറ കുറച്ച് റീൽസൊക്കെ ഇടാമെന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. 9 മണിയായി അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് കേരള ഹോട്ടലുണ്ട്. അവിടെ ഒരു ഹോട്ടലിൽ കയറി ചേട്ടൻ ഇഡ്ഡലി കഴിച്ചു. ഞങ്ങളെല്ലാവരും മസാല ദോശയാണ് കഴിച്ചത്. ഭക്ഷണം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ സൗവർണികയിൽ പോയി കേട്ടോ. അവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. അത് നമ്മളുടെ പേഴ്സ്, ഫോണൊക്കെ തട്ടിപ്പറിക്കും. വളരെ കെയർഫുള്ളായിട്ട് വേണം അവിടെ പോകാനായിട്ട്. പിന്നെ ഞങ്ങൾ സൗവർണികയിൽ കുറച്ച് നേരം ഇറങ്ങിയതാ. 10 വർഷം മുമ്പ് ചെന്നപ്പോൾ ആ കാണുന്ന പാറ വരെ നമുക്ക് നടന്നു പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയായതുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. അമ്മ ഇറങ്ങിയില്ല, കാലുവേദന ആയതുകൊണ്ട്. പിന്നെ ഞങ്ങളിവിടെ കുറച്ച് നേരം ആ സൈഡിൽ തന്നെ നിന്ന് കാലൊക്കെ ഒന്ന് നനച്ച്, ആ സൈഡിൽ തന്നെ നിന്ന് അങ്ങോട്ട് ദൂരോട്ടൊന്നും പോയില്ല. ജസ്റ്റ് അവിടെ ഇറങ്ങി കാലും കൈയൊക്കെ നനച്ച് കയറിപ്പോന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ സൗവർണിക തീരത്തുള്ള ഗണപതി കോവിലിൽ കയറി തൊഴുതു. മൂകാംബിക വരുന്നവർ ഈ കോവിലും കൂടി ദർശിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ നടന്നാണ് റൂമിലോട്ട് പോയത്. ഏകദേശം 1/2 കിലോമീറ്ററേ ഉള്ളൂ. അമ്മയ്ക്ക് കാല് വയ്യാത്താൽ അമ്മയും വിഷ്ണുവും ചിന്നുവും ഓട്ടോയ്ക്ക് റൂമിലോട്ട് പോയി. 11:30 ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു. മൂകാംബിക ബസ് സ്റ്റാൻഡിൽ ചെന്ന് അവിടുന്ന് ഉടുപ്പിക്കുള്ള ബസ്സിൽ കയറി. പോകുന്ന വഴിക്ക് ഒരു വനദേവതാ ക്ഷേത്രമുണ്ട്. അവിടെ വണ്ടി ഒരു 15 മിനിറ്റോളം നിർത്തും. ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങി അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് തേങ്ങ ഉടച്ചതിന് ശേഷമാണ് പിന്നെ വണ്ടി എടുക്കുന്നത്. അവിടെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു, കനത്ത മഴ കാരണം ഇറങ്ങിയില്ല. ഒരു 2:30 ഞങ്ങൾ ഉടുപ്പിയിലെത്തി. അവിടെ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കയറി. 2-3 ദിവസമായിട്ട് വെജ് ആയിരുന്നുകൊണ്ട് നോൺ വെജ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ ഫുഡ് വളരെ മോശമായിരുന്നു. എല്ലാവരും ബിരിയാണി വാങ്ങിച്ചു, ഞാനും അമ്മയും മാത്രം ഊണ് വാങ്ങിച്ചു. എല്ലാം മീനൊക്കെ പഴകിയ ഫുഡായിരുന്നു, വളരെ പഴകിയ ഫുഡായിരുന്നു. ഞങ്ങളതുകൊണ്ട് പകുതി അവിടെ വെച്ചിട്ട് പോന്നു. അവിടെ നിന്ന് നേരെ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ ട്രെയിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായി. പിന്നെ ഇതാ ഞങ്ങൾക്കുള്ള ട്രെയിൻ വന്നു. S6 ആണ് ഞങ്ങളുടെ കോച്ച്. അങ്ങനെ ട്രെയിനിൽ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ച് എല്ലാവരും ഇരുന്നു. വളരെ ടയർഡാണ് എല്ലാവരും. വെളുപ്പിനെയുള്ള എഴുന്നേൽപ്പും അമ്പലത്തിൽ ക്യൂ നിൽപ്പും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടപ്പും എല്ലാം കൊണ്ടും ടയർഡാണ് എല്ലാവരും. 8 മണിയോടുകൂടി കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു. ഉച്ചയ്ക്ക് ആരും ഒന്നും കഴിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി മതിയെന്ന് പറഞ്ഞു. അമ്മ മാത്രം ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും വാങ്ങിച്ചു. കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കിടന്നപ്പോൾ തന്നെ എല്ലാവരും ഉറങ്ങി. കാരണം നല്ല ക്ഷീണമുണ്ടായിരുന്നു. കുഞ്ഞാവ് മാത്രം ഉറങ്ങിയിട്ടില്ല. കുഞ്ഞാവിനെ ഉറക്കാനായിട്ട് പാടുപെടുവാണ് ചിന്നുവും. അവൾക്കും കിടക്കണം, അവൾ നല്ല ടയേർഡാണ്. ബാക്കി എല്ലാവരും ഏകദേശം ഉറങ്ങി. ട്രെയിൻ റൈറ്റ് ടൈമായിരുന്നു. കറക്റ്റ് 3:30 ആയപ്പോൾ കോട്ടയത്തെത്തി. ഞങ്ങളെല്ലാവരും ഏറ്റുമാനൂരായപ്പോഴും എഴുന്നേറ്റിരിക്കുന്നതാണ്. പാർക്ക് ചെയ്ത വണ്ടിയുടെ ഒരു അവസ്ഥ കണ്ടോ. പാർക്കിംഗ് ഗ്രൗണ്ടിൽ മരത്തിൻ്റെ അടിയിൽ ഇട്ടതാണ് ഇങ്ങനെ വന്നത്. കോട്ടയത്ത് എപ്പം വണ്ടി ഇട്ടാലും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഏകദേശം ഒരു 4:30 ഞങ്ങൾ വീട്ടിലെത്തി. വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.